എന്തെല്ലാം ചങ്ങായിമാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി സതീശൻ സാറ് ബജറ്റ് അവതരണം അല്ലേ, ഒരുപാട് എല്ലാ ജില്ലക്കും അതിന് ആവശ്യമായ, നമ്മുടെ കേരളത്തിലേക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങൾക്കും ഓരോ തുക പ്രഖ്യാപിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ അതിൽ ഒക്കെ ആവശ്യമുള്ളതാണ്. പക്ഷെ അതിൽ നമ്മുടെ സലീം കുമാർ സിനിമയിൽ ചിരിപ്പിച്ചതും ചിന്തിപ്പിച്ചതും അതിലേറെ കരയിപ്പിച്ചതും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? സലീം കുമാറിൻ്റെ ഏത് പടം കാണുമ്പോഴും, അതായത് പടം എന്ന് പറഞ്ഞാൽ ഫോട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചിരി വരും. അദ്ദേഹം കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ തറച്ചൊരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിനൊരു മന്ദിരം പണിയാൻ 1 കോടി സർക്കാർ വാഗ്ദാനം ചെയ്തു, ബജറ്റിൽ അവതരിപ്പിച്ചു. അത് ആവശ്യമുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? പറയാട്ടാ. അതിലേറെ ഞാൻ ഈ സലീം കുമാറിൻ്റെ മക്കളോ ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ അവരൊന്ന്, മക്കളെന്താക്കുക, ഒന്ന് ചിന്തിക്കണം കേട്ടോ, അച്ഛൻ ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന്. ചില ആൾക്കാർ മന്ദിരം എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ വിചാരിക്കും പ്രതിമ അച്ഛൻ്റെ അല്ലെങ്കിൽ സലീം കുമാറിൻ്റെ പ്രതിമ ഉണ്ടാക്കിയിട്ട് അതിൽ കാക്ക തൂറാനാണ് അല്ലെങ്കിൽ പ്രാവ് തൂറാനാണ്. അതായിരിക്കൂല. അതിനൊന്നും അത്രയൊന്നും വേണ്ട. ഒരു മന്ദിരം ഉണ്ടാക്കുക, അതിലൊരു ലൈബ്രറി ഉണ്ടാക്കുക, അല്ലെങ്കിൽ വേറെ സലീം കുമാറിൻ്റെ പുസ്തകങ്ങൾ അതിൽ വെക്കുക, അങ്ങനെയൊക്കെ ആയിരിക്കും തീരുമാനിച്ചിട്ടുണ്ടാവുക. അല്ലാതെ ഒരു പ്രതിമ ഉണ്ടാക്കാൻ അത്രയൊന്നും വേണ്ട. പിന്നെ ഇതിനു മുമ്പും ഒരുപാട് നടന്മാരൊക്കെ ഞങ്ങളൊക്കെ വിട്ടുപോയവരാണ്, അല്ലെ? ഞങ്ങളുടെ ഹൃദയത്തിലൊക്കെ ചേർത്ത് പിടിച്ച അല്ലെങ്കിൽ ചേർന്ന് നിന്ന് ഒരുപാട് നടന്മാരൊക്കെ വിട്ടുപോയിട്ടും ഇതുവരെയും ഒരു ബജറ്റിലും അങ്ങനെ ഒരു അവതരണം വന്നിട്ടില്ല. ചിലപ്പോൾ സലീം കുമാർ നല്ലൊരു കോൺഗ്രസ് പ്രവർത്തകനാണ്, ഒരു കോൺഗ്രസ്സുകാരനാണ്, അതുകൊണ്ടാവാം എന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ നിങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക, ഇതിൻ്റെ ആവശ്യമുണ്ടോ? എന്താണ്? എത്രയോ പാവങ്ങൾ അല്ലേ, ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതിയില്ലാത്ത പാവങ്ങൾ എത്രയോ ആളുണ്ട്. രോഗം വന്നിട്ട് ചികിത്സിക്കാൻ കഴിയാതെ മറ്റുള്ളവരോട് പിരിച്ചിട്ട് ചികിത്സിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ വീടില്ലാത്തവരുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പ്രവാസികളെ പോലെയുള്ളവരൊക്കെ ബാങ്ക് ലോണൊക്കെ എടുത്ത് വീടെടുത്തിട്ട് ഇന്നോ നാളെയോ അത് ജപ്തിക്ക് വരുമെന്ന് പറഞ്ഞ് പേടിച്ചിട്ട് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് കാത്തിരിക്കുന്നവർ, അങ്ങനെ ബുദ്ധിമുട്ടുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. ബാങ്കുകാരൊക്കെ പേടിച്ചിട്ടൊക്കെ അങ്ങനെയൊക്കെ ഒരുപാട് പേരുണ്ട്. കഴിയുമെങ്കിൽ ഈ സലീം കുമാറിൻ്റെ മക്കളോടാണ് പറയുന്നത്, അച്ഛന് നല്ല ശാന്തിക്കും സമാധാനത്തിനും നല്ലതിനും വേണ്ടി മക്കളെങ്കിലും പറയുക, അച്ഛൻ്റെ ആ പൈസ പാവങ്ങൾക്ക് കൊടുത്ത് സഹായിച്ചോ, അച്ഛനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അത് കൊടുക്കാൻ വേണ്ടി പറയുക. അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ആരും വെറുക്കാനോ വെറുപ്പിക്കാനോ അല്ല കേട്ടോ. ഏതായിരുന്നാലും എല്ലാവരോടും സ്നേഹം മാത്രം.